അധ്യായം 3 ഒരു കഥാകാരനും 3 ഡയറികളും എന്ന നോവലിൻ്റെ അധ്യായങ്ങൾ 1-ൻ്റെയും 2-ൻ്റെയും സംഗ്രഹം താഴെ കൊടുക്കുന്നു. ബാങ്ക് ഉദ്യോഗസ്ഥനും കഥാകാരനുമായ ജയൻ എന്ന ആൾക്ക് പരിചയമില്ലാത്ത ഒരിടത്തേക്ക് സ്ഥലം മാറ്റം കിട്ടുന്നു. അവിടേക്ക് താമസം മാറിയിട്ട് 3-ാം ദിവസം ആ സ്ഥലം കാണാനായി ഇറങ്ങി നടന്ന് അവിടെയുള്ള ഒരമ്പലത്തിൽ എത്തിച്ചേരുന്നു. ദീപാരാധന സമയത്ത് 5 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ അച്ഛനാണെന്ന് വിചാരിച്ച് അയാളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറയുന്നു. കുട്ടിയുടെ അമ്മയാണെന്ന് തോന്നിക്കുന്ന ഒരു സ്ത്രീയും അയാളെ കണ്ടിട്ട് കുട്ടിയുടെ അച്ഛനാണെന്ന് തെറ്റിദ്ധരിച്ച് അയാളുമായി വഴക്കുണ്ടാക്കുന്നു. പിന്നീട് ബാങ്കിലെ ഉദ്യോഗസ്ഥനാണ് ജയൻ എന്നറിയുമ്പോൾ ഗീത അയാളോട് മാപ്പ് ചോദിക്കുന്നു. കുട്ടിയുടെ അച്ഛൻ അവളെ വിട്ടിട്ട് പോയതുകൊണ്ട് അവൾക്ക് ആണുങ്ങളോട് പൊതുവെ വെറുപ്പാണെന്ന് പറയുന്നു. അപ്പോൾ ജയൻ സാഹചര്യ സമ്മർദ്ദങ്ങൾ കൊണ്ട് തെറ്റ് ചെയ്തു പോയ ഒരു പാവപ്പെട്ട സ്ത്രീയെ തനിക്ക് അറിയാമെന്ന് പറയുന്നു. എന്നിട്ടും അയാൾക്ക് അവരോടോ അല്ലെങ്കിൽ പൊതുവെ മറ്റു സ്ത്രീകളോടോ വെറുപ്പോ വൈരാഗ്യമോ ഒന്നും ഇല്ലെന്ന് പറയുന്നു. അപ്പോൾ കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന ഗീതയ്ക്ക് അവരെക്കുറിച്ച് അറിയാൻ താല്പര്യം തോന്നുന്നു. ഒരു കഥാകാരനും 3 ഡയറികളും എന്ന നോവലിൻ്റെ 3-ാം അധ്യായം തുടർന്ന് വായിക്കുക. NB ഈ നോവലിൻ്റെ ഇതുവരെ ഉള്ളവയുടെ വിശദമായ കഥയറിയാൻ അധ്യായങ്ങൾ 1-ഉം 2-ഉം മുഴുവനായും വായിക്കുക. ഒരു കഥാകാരനും 3 ഡയറികളും നോവൽ അധ്യായം 3. പിന്നീട് 4-5 ആഴ്ചകളോളം ഗീതയെയും ബിന്ദുമോളെയും കാണാഞ്ഞപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവർ വരാതിരിക്കുന്നതെന്ന് ജയൻ വെറുതെ ചിന്തിച്ചുപോയി. ഇനി അവരിൽ ആർക്കെങ്കിലും വല്ല അസുഖവും പിടിപെട്ടിരിക്കുമോ, അതോ എന്തെങ്കിലും അപകടം വല്ലതും ഉണ്ടായിരിക്കാണുമോ എന്നിങ്ങനെ ഉള്ള ആശങ്ക ജയന്റെ മനസ്സിൽ ഉടലെടുത്തു. ഗീതയുടെ ഫോൺ നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ അവളെ വിളിച്ച് ചോദിക്കാമായിരുന്നു എന്ന് വെറുതെ ഓർത്തു. മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കും അവർ 2 പേരും ക്ഷേത്രത്തിൽ വരാത്തതെന്ന് അയാൾ സ്വയം ആശ്വസിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു നാൾ ദീപാരാധന കണ്ട് തൊഴുതിട്ട് പ്രസാദം വാങ്ങുവാനായി അയാൾ തൻ്റെ കൈ നീട്ടിയപ്പോൾ വേറെ 2 കൈകൾ കൂടി ഒപ്പം ഉയരുന്നത് കണ്ടു. അത് ആരുടെ കൈകളാണെന്നറിയാൻ വെറുതെ ഒരു ജിജ്ഞാസ തോന്നിയതുകൊണ്ട് അങ്ങോട്ടൊന്ന് നോക്കി. ആ കൈകൾ ഗീതയുടേതായിരുന്നു. കൂടെ ബിന്ദുമോളും ഉണ്ടോ എന്ന് അയാൾ നോക്കി. ബിന്ദുമോളെ കൂടി കണ്ടപ്പോൾ അയാൾക്ക് ആശ്വാസമായി. ഗീത കൈകൾ നീട്ടിയത് കണ്ട് ബിന്ദുമോളും പ്രസാദത്തിനായി കൈകൾ നീട്ടി. അയാൾക്ക് പ്രസാദം കിട്ടിയപ്പോൾ കൈകൾ പിൻവലിച്ചു. അന്നേരം ഗീത അയാളെ കണ്ടു. അനന്തരം ഗീത ബിന്ദുമോൾക്ക് കിട്ടിയ പ്രസാദത്തിൽ നിന്നും അല്പം എടുത്തിട്ട് മോളുടെ നെറ്റിയിൽ ചന്ദനക്കുറി ഇട്ടു കൊടുത്ത ശേഷം ഗീതയും സ്വയം ചന്ദനക്കുറി ഇട്ടു. അവർ മൂവരും ക്ഷേത്രത്തിൻ്റെ മുഖ്യ കവാടത്തിലേക്ക് നടക്കുമ്പോൾ ജയൻ ചോദിക്കാതെ തന്നെ അവർ 2 പേരും ഇത്രയും നാൾ ക്ഷേത്രത്തിൽ വരാതിരുന്നതിൻ്റെ കാരണം ഗീത പറഞ്ഞു. മോൾക്ക് 1-ാം ക്ലാസ്സിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയും ആധാർ കാർഡ് ഉണ്ടാക്കുന്നതിനും കൂടാതെ അമ്മയുടെ അസുഖം, അങ്ങനെ പല കാരണങ്ങൾ മൂലം നല്ല തിരക്കായിപ്പോയി. അതിനാലാണ് 1 മാസത്തിലേറെയായി ഞങ്ങൾക്ക് ക്ഷേത്രത്തിൽ വരാൻ കഴിയാതെ പോയത്. ജയൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ അമ്പലത്തിൽ വരാതിരിക്കുന്നതെന്ന് ഞാനും വിചാരിച്ചു. ഏതായാലും കുഴപ്പങ്ങളൊന്നുമില്ല എന്നറിഞ്ഞതിൽ സന്തോഷിക്കുന്നു. പിന്നെ കുറച്ചു നേരത്തേക്ക് ആരും ഒന്നും പറഞ്ഞില്ല. ക്ഷേത്ര കവാടത്തിന് വെളിയിൽ എത്തിയപ്പോൾ കുറച്ചു നാൾക്ക് മുമ്പ് ഗീത ജയനെ ഏൽപ്പിച്ച ഡയറികളെ കുറിച്ച് അവൾക്ക് ഓർമ്മ വന്നു. ഉടനെ ഗീത ജയനോട് പറഞ്ഞു, ഡയറികൾ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞ് ഞാൻ വാക്ക് പാലിച്ചില്ലേ? സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഏതോ തെറ്റ് ചെയ്തു പോയ ഒരു സ്ത്രീയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാമെന്ന് അന്ന് സൂചിപ്പിച്ചിരുന്നല്ലോ. അവർ ചെയ്ത തെറ്റ് എന്താണെന്ന് അറിയുവാൻ വെറുതെ ഒരു കൗതുകം തോന്നുന്നുണ്ട്. കൂടാതെ ആ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞാൽ ഇവിടെ നിന്ന് ജംഗ്ഷൻ വരെയുള്ള ദൂരം നടക്കുന്നത് നമ്മൾ അറിയുകയുമില്ല. എന്താ? ഓ ശരിയാണ്, ഞാൻ അവരെക്കുറിച്ച് ഇപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങാം. ഒരു സ്ത്രീ, അവർ ആരാണെന്നോ എവിടെയാണെന്നോ എന്നുമുള്ള കാര്യങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. എങ്കിലും പറയാനൊരു പേര് വേണമല്ലോ. അതിനാൽ ഞാൻ അവർക്ക് പാർവതി എന്ന് നാമകരണം ചെയ്യുന്നു. പാർവതിയുടേത് ഒരു ചെറിയ കുടുംബമായിരുന്നു. ഭർത്താവായ രാഘവൻ നായർ ഒരു ആയുർവേദ ഡോക്ടറായിരുന്നു. അവർക്ക് ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മകൻ വിശ്വനാഥിന് 3 വയസ്സായപ്പോൾ ഭർത്താവിന് ഒരു
അസാധാരണ രോഗം ബാധിച്ചു. ആദ്യം ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ശരീരം മുഴുവനും വിയർക്കുക, പെരുക്കുക എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കൂടി കണ്ടു തുടങ്ങി. എങ്കിലും തലവേദനയും പെരുപ്പുമൊക്കെ തുടക്കത്തിൽ അല്പനേരത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 10 മിനിറ്റോളം കഴിയുമ്പോൾ എല്ലാം സാധാരണഗതിയിലാകും. പിന്നീട് കുറച്ചു ദിവസത്തേക്ക് അത് ഉണ്ടാകാറില്ല. ആദ്യമൊക്കെ ആയുർവേദ ഗുളികകളും എണ്ണയും കുഴമ്പും മറ്റുമായിരുന്നു രോഗശമനത്തിനായി ഉപയോഗിച്ചിരുന്നത്. രോഗത്തിന് കാര്യമായ കുറവൊന്നും ഉണ്ടാകാതിരുന്നപ്പോൾ പാർവതി അലോപ്പതി ചികിത്സ നടത്താനായി ഭർത്താവിനെ നിർബന്ധിച്ചു. എന്നാൽ ആദ്യമൊന്നും അദ്ദേഹം അത് കൂട്ടാക്കിയില്ലെങ്കിലും 1 വർഷത്തോളം രോഗത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ലാതെ തുടരുകയും പിന്നീട് അത് കൂടിക്കൂടി വരികയും ചെയ്തപ്പോൾ അദ്ദേഹം അതിന് സമ്മതിച്ചു. അതിനായി അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ന്യൂറോളജിസ്റ്റുമായ ഡോക്ടർ സത്യപാലനെയാണ് കാണാൻ തീരുമാനിച്ചത്. അങ്ങനെ ഒരു ദിവസം രാഘവൻ നായരും ഭാര്യ പാർവതിയും കൂടി ഡോക്ടർ സത്യപാലൻ്റെ ഹോസ്പിറ്റലിൽ പോയി. അതൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിരുന്നു. ഡോക്ടർ സത്യപാലനെ കണ്ട് എല്ലാം വിശദമായി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പല ടെസ്റ്റുകളും നടത്തി. വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം വെയിറ്റിംഗ് ഹാളിൽ അക്ഷമയോടെ കാത്തിരുന്ന പാർവതിയെ ഡോക്ടർ രോഗവിവരങ്ങൾ പറയാനായി വിളിപ്പിച്ചു. ഡോക്ടർ രോഗിയുടെ സ്കാനിംഗ് റിപ്പോർട്ടും ബ്ലഡ് ടെസ്റ്റിൻ്റെയും BP-യുടെയും മറ്റ് പരിശോധനകളുടെയും റിപ്പോർട്ടുകളെല്ലാം വിശദമായി പരിശോധിച്ചിട്ട് പറഞ്ഞു, പേടിക്കേണ്ട, ഞാൻ ഇതേ അവസ്ഥയിലുള്ള പലരുടെയും അസുഖം ഭേദമാക്കിയിട്ടുണ്ട്. ഏതായാലും ഞാൻ ചികിത്സ തുടങ്ങട്ടെ. ഒരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് പാർവതി പറഞ്ഞു, ഹോ, സമാധാനമായി. ഞാൻ വിചാരിച്ചു ഏതോ വലിയ രോഗമാണെന്ന്. എന്നാൽ ശരി ഡോക്ടർ, ഞാൻ എന്നാണ് ഇനിയും വീണ്ടും ഹസ്ബൻഡിനെ കൊണ്ടുവരേണ്ടത്? തൽക്കാലം ഞാൻ ഒരാഴ്ചത്തേക്കുള്ള മരുന്നുകൾ തരാം. അത് കഴിച്ചതിന് ശേഷം എന്തെങ്കിലും വ്യത്യാസമുണ്ടാകുന്നുണ്ടോ എന്ന് നോക്കട്ടെ. എന്നിട്ട് ആവശ്യമുള്ള പക്ഷം ഞാൻ മരുന്നിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താം. അതുകൊണ്ട് ഒരാഴ്ച മരുന്ന് കഴിച്ചതിന് ശേഷം അടുത്ത ആഴ്ച ഇതേ ദിവസം വീണ്ടും വരിക. അടുത്ത ആഴ്ചയും രാഘവൻ നായരെ അതേ ഹോസ്പിറ്റലിൽ ചെക്കപ്പിനായി പാർവതി കൊണ്ടുപോയി. ഡോക്ടർ ആവശ്യമുള്ള പരിശോധന നടത്തിയിട്ട് പറഞ്ഞു, തൽക്കാലം മരുന്നിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നിരിക്കുന്ന മരുന്നുകൾ തന്നെ തുടരട്ടെ. ശരി, എന്നാൽ ഇനി 1 മാസം കഴിഞ്ഞു വന്നാൽ മതി. പാർവതി, എന്നാൽ ശരി, ഞങ്ങൾ ഇപ്പോൾ പൊയ്ക്കോട്ടെ ഡോക്ടർ. ഡോക്ടർ തലയാട്ടിക്കൊണ്ട് തൻ്റെ സമ്മതം അറിയിച്ചു. മാസങ്ങൾ അങ്ങനെ കഴിഞ്ഞു. വലിയ വ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ രാഘവൻ നായരുടെ രോഗാവസ്ഥ തുടർന്നു. ഒരു ദിവസം രാഘവൻ നായരും ഭാര്യയും കുട്ടിയും ചേർന്ന് കൂട്ടുകാരൻ്റെ മകളുടെ കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരികയായിരുന്നു. വീട്ടിലെ ഗേറ്റ് കടക്കുമ്പോൾ അയാൾക്ക് തല കറങ്ങുന്നതായി തോന്നുന്നെന്ന് പറഞ്ഞു. പാർവതി നിലവിളിച്ചുകൊണ്ട് പെട്ടെന്ന് അയാളെ താങ്ങിപ്പിടിച്ചു. അതിനാൽ അയാൾ താഴെ വീണില്ല. പാർവതിയുടെ കരച്ചിൽ കേട്ട് അടുത്തുള്ള 4-5 പേർ ഓടിയെത്തി. അവർ അയാളെ താങ്ങിയെടുത്ത് കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി. പാർവതി അപ്പോഴേക്കും ഡോക്ടർ സത്യപാലന് ഫോൺ ചെയ്തു. താമസിയാതെ അദ്ദേഹം എത്തി. വന്ന ഉടനെ ഒരു ഇഞ്ചക്ഷൻ നൽകി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രാഘവൻ നായർ കണ്ണു തുറന്നു. 4-5 പേര് ഒരുമിച്ച് വീട്ടിൽ കണ്ടപ്പോൾ അയാൾ ആരോടൊന്നില്ലാതെ ചോദിച്ചു, ഇന്നെന്താ ഇവിടെ ഇത്രയും ഒരാൾക്കൂട്ടം? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, താങ്കൾക്കൊരു ചെറിയ തലചുറ്റൽ വന്നു, അത്ര തന്നെ, പേടിക്കാനൊന്നുമില്ല. അന്നേരം രാഘവൻ നായർ പറഞ്ഞു, ഞാൻ വിചാരിച്ചു ഈ വീട്ടിൽ ഞാനറിയാതെ വല്ല കല്യാണമോ മറ്റോ നടക്കുകയാണെന്ന്. ഡോക്ടർ, നർമ്മ ഇപ്പോഴും കൈവിട്ടിട്ടില്ല അല്ലേ? കൊള്ളാം, അത് മാനസിക പിരിമുറക്കങ്ങൾ ഇല്ലാതാക്കും. ആട്ടെ, ഇപ്പോഴെങ്ങനെയുണ്ട്? രാഘവൻ നായർ, എനിക്ക് ഒരു കുഴപ്പവുമില്ല. അനന്തരം വന്നവരെല്ലാം പിരിഞ്ഞുപോയി. ഡോക്ടർ 3 ഗുളികൾക്ക് കൂടി കുറിച്ചു കൊടുത്തു. അത് കഴിക്കേണ്ട വിധവും പറഞ്ഞു കൊടുത്തു. അല്പസമയം കൂടി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പോകാനായി എഴുന്നേറ്റിട്ട് പാർവതിയോട് പറഞ്ഞു, ഇദ്ദേഹത്തോട് ഇനി വെളിയിലെങ്ങും ഇറങ്ങി നടക്കരുതെന്ന് പറയണം. പാർവതി, ശരി ഡോക്ടർ, ഞാൻ പറയാം. ഡോക്ടർ, വേറൊരു കാര്യം കൂടി പറയാം. അദ്ദേഹത്തിൻ്റെ നില ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അത് മെച്ചപ്പെടുന്നത് വരെ നിങ്ങൾ ഇനി ഇദ്ദേഹത്തെയും കൊണ്ട് ഹോസ്പിറ്റൽ വരേണ്ട ആവശ്യമില്ല. ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ഇവിടെ വന്ന് ചികിത്സ തുടരാം. എന്താ?
പാർവതി: വളരെ നല്ല കാര്യം ഡോക്ടർ. ഞാനത് അങ്ങോട്ട് എങ്ങനെ പറയുമെന്ന് വിചാരിച്ചതാണ്. താമസിയാതെ തന്നെ ഡോക്ടർ തൻ്റെ ഹോസ്പിറ്റലിലേക്ക് മടങ്ങി. 3 മാസങ്ങൾ കൂടി കഴിഞ്ഞു. രാഘവൻ നായരുടെ അസുഖം കൂടിയതല്ലാതെ കുറഞ്ഞതേയില്ല. ഇപ്പോൾ കഷ്ടിച്ച് എഴുന്നേറ്റ് നിത്യകർമ്മങ്ങൾ നടത്തും. അല്ലാത്ത സമയമെല്ലാം കിടക്ക തന്നെ ശരണം. 7 ദിവസങ്ങൾ കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് ഡോക്ടർ വന്നത് 10ാമത്തെ ദിവസമാണ്. അദ്ദേഹം അല്പം മ്ലാനവദനായി കാണപ്പെട്ടു. വന്നപാടെ സ്വീകരണ മുറിയിലെ സോഫയിൽ കുറെ നേരം ഒന്നും പറയാതെയിരുന്നു. പാർവതി വിഷമത്തോടെ ചോദിച്ചു: എന്തു പറ്റി ഡോക്ടർ? മുഖം കണ്ടിട്ട് വല്ലാതിരിക്കുന്നു. എന്തു പറയാനാ പാർവതി, എല്ലാവർക്കും അവരവരുടേതായ ദുഃഖങ്ങളുണ്ട്. അതുപോലെ തന്നെ എനിക്കുമുണ്ട്. നിങ്ങളുടെ ദുഃഖം ഒരു തരത്തിലാണെങ്കിൽ എൻ്റേത് മറ്റൊരു തരത്തിൽ. അതായത് നാം എല്ലാം തുല്യ ദുഃഖിതരാണെന്ന് സാരം. ചിലരത് പുറമെ കാണിക്കുന്നില്ല എന്ന് മാത്രം. ഡോക്ടർ എന്താ ഈ പറയുന്നത്? അങ്ങേക്ക് ദുഃഖമെന്നോ? വലിയ വീടും കാറും നല്ല ജോലിയും സ്ഥാനമാനങ്ങളും ധാരാളം പണം. പാർവതി ആ വാചകം പൂർത്തിയാക്കും മുമ്പേ ഡോക്ടർ ഇടയ്ക്ക് കയറി പറഞ്ഞു: മതി മതി, കൂടുതലൊന്നും പറയണ്ട. വീടും കാറും പണവുമൊക്കെ ആയാൽ എല്ലാം തികഞ്ഞു എന്നാണോ? പിന്നെന്ത് വേണം? ആദ്യം വേണ്ടത് മനസമാധാനമാണ്. അതാണ് എനിക്ക് കിട്ടാത്തതും. എന്തു പറ്റി ഡോക്ടർ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തുണ്ടായെന്ന് തെളിച്ചു പറയൂ. എനിക്ക് പറയാൻ വലിയ താല്പര്യമില്ല. എങ്കിലും ഒരു കഥാകാരനും 3 ഡയറികളും എന്ന നോവലിൻ്റെ 3ാം അധ്യായത്തിൻ്റെ പാർട്ട് 1 ഇവിടെ പൂർണ്ണമാകുന്നു. ഈ നോവലിൻ്റെ 3ാം അധ്യായത്തിൻ്റെ പാർട്ട് 2 ഉടനെ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഈ ചാനലിലെ